ആരാധനയ്ക്ക് യോഗ്യനായ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ ആരാധിക്കണം. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആരാധന കേവലം ഒരു ചടങ്ങല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബാഹ്യമായ മോടിയുമല്ല. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും ദൈവപ്രസാദത്തിലുമുള്ള ജീവനുള്ള യാഗമായി അർപ്പിക്കുന്നതാണ് യുക്തമായ ആരാധന. റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. സ്നേഹമുള്ളവരെ, നന്ദിയും സ്തുതിയും ഉള്ളവരായി ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലണം. ദൈവത്തെ ആരാധിക്കുക എന്നത് മനുഷ്യൻ്റെ കടമയാണ്. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന് പകരമായി നൽകുവാൻ മനുഷ്യൻ്റെ പക്കൽ ഒന്നും ഇല്ല. കർത്താവായ യേശുവിനെ ആരാധിക്കുന്നത് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. കാരണം യേശു ദൈവമാകുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം വ്യക്തമാക്കുന്നു: സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭയം മാറുകയും ആന്തരികമായ ഒരു ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യും. കർത്താവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയും അനുഗ്രഹങ്ങളും കർത്താവ് നൽകും. നമുക്ക് മറുപടി നൽകിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് നിവർത്തിച്ചു തരുന്നു. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി തൻ്റെ രക്തം നമ്മുടെ കർത്താവായ യേശു മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്തു. ആ കർത്താവായ യേശുവിനെ നമുക്കിപ്പോൾ ആരാധിക്കാം. അവിടുത്തെ തിരുസന്നിധിയിൽ നമുക്ക് പറയാം: കർത്താവേ, ഞാനായതും ആയിരിക്കുന്നതും അവിടുത്തെ ദാനമാണ്. നമ്മെ നമ്മുടെ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം: യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. രക്ഷ ദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ. ആമേൻ. രക്ഷ ദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. യേശുവേ ആരാധന, യേശുവേ ആരാധ്യൻ. ഓ കർത്താവേ സ്തോത്രം. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ, യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. കർത്താവേ, ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ അഗ്നിയുടെ അഭിഷേകത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് പ്രശംസിക്കുവാൻ, ഞങ്ങൾക്ക് അഹങ്കരിക്കുവാൻ യാതൊന്നുമില്ല. സർവ്വതും അവിടുത്തെ ദാനമാണ്. അതിനാൽ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
ഈ നിമിഷം അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ എൻ്റെ യേശുവേ, അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ആമേൻ. അഗ്നിയാഭിഷേകം ദാനമാണേ, നിലനിർത്തിയിടും തേജസ്സാലേ. അഗ്നിയാഭിഷേകം ദാനമാണേ, നിലനിർത്തിയിടും തേജസ്സാലേ. പ്രശംസിക്കുവാനൊന്നുമില്ലേ, കൃപയാലുള്ള ദാനമാണേ. ഹല്ലേലൂയ. പ്രശംസിക്കുവാനൊന്നുമില്ലേ, കൃപയാലുള്ള ദാനമാണേ. യേശുവേ ആരാധന. യേശുവേ ദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു. ദൂതന്മാർ വാഴ്ത്തിയിടും. ആമേൻ, ആമേൻ. യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. നിത്യസ്നേഹം ദാനമാണേ, യേശുവേ നിത്യതയോളം നിലനിർത്തുമേ. നിത്യസ്നേഹം ദാനമാണേ, നിത്യതയോളം നിലനിർത്തുമേ. മാറ്റം വരില്ല വാഗ്ദത്തമേ, അവകാശമാം നിത്യതയേ. മാറ്റം വരില്ല വാഗ്ദത്തമേ, അവകാശമാം നിത്യതയേ. യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. യേശു അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഓ യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇന്ന് കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവായ യേശു കേൾക്കുകയും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.